4 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. അതേ ഞാൻ 4 വർഷം മുന്നെയാണ് ഇങ്ങനെ ഒരു മോർണിംഗ് ടു നൈറ്റ് വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ടായത്. അന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഡിപ്രഷൻ്റെ പീക്ക് നിൽക്കുന്ന സമയമായിരുന്നു. അത്രയും സ്ട്രഗ്ലിങ് സ്റ്റേജിലാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായത്. പക്ഷെ വീഡിയോ ഭയങ്കര കളർഫുള്ളായിരുന്നു. തെറാപ്യൂട്ടിക്കലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണുന്നവർക്ക് ഇങ്ങനെ ഫീൽ ചെയ്തത് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അന്ന് എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിന് അത് കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെ. അൺഫോർച്ചുനേറ്റ്ലി ആ വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ട്രൈപോഡ് പൊട്ടിപ്പോയി. പിന്നെ പുതിയ ട്രൈപോഡ് വാങ്ങാനുള്ള ഞാനൊരു സിംഗിൾ മദറായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മോൾക്കുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റേജിൽ ഞാനൊരു ട്രൈപോഡ് വീണ്ടും അഫോർഡ് ചെയ്യാനുള്ളൊരു ഇതിൽ ആ ഒരു മെൻറ്റാലിറ്റി എനിക്ക് പോയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബൊക്കെ നിർത്തി വെച്ചു. യൂട്യൂബിൽ നിന്ന് പെട്ടെന്ന് വരുമാനം കിട്ടുന്ന ഒരു സംഭവമല്ല. അപ്പോൾ ഞാൻ വേറെ വഴി പിടിച്ചു. അങ്ങനെ വേറെ വഴി പിടിച്ചത് കൊണ്ട് ഇപ്പം ഞാനൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. UGC നെറ്റ് എഴുതിയിട്ടുണ്ടതിന്. അല്ലെങ്കിലും അതൊക്കെ കിട്ടി. അതിൻ്റെ ഭാഗമായിട്ടൊരു 6 മന്ത് ഞാനിപ്പോൾ വർക്കും ചെയ്തു. എനിവേ രാവിലെ തന്നെ ഇതാ ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട്, ചെമ്മീൻ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു ഓടിയാണ് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചത്തുപോയി കേട്ടാ. എന്ത് ദുഷ്ടന്മാരല്ലേ നമ്മൾ. പക്ഷെ അതിങ്ങനെ തുള്ളുമ്പോൾ ഞാനവിടെ നിന്ന് ഓടിയേട്ടാ. പിന്നെ ഉമ്മാമ്മ വന്നിട്ടാണ് അതിനെ വീണ്ടും പിടിച്ച് ചൂടുവെള്ളത്തിലിട്ടാന്ന്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പിൻ്റെ പുട്ടാണ്. ഞാനിതിന് ചോക്ലേറ്റ് പുട്ടെന്ന് പറയില്ല. ചെറുപ്പത്തിൽ ഇതിന് ചോക്ലേറ്റ് പുട്ടെന്ന് പറയില്ല കേട്ടോ. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള പാക്കഡൊന്നുമല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗോതമ്പിൻ്റെ പൊടി കിട്ടിയിട്ടുണ്ടായിന്. അപ്പം അതിനെക്കൊണ്ട് പുട്ട് പൊടി ചുടലാന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നമ്മൾ എന്തുകൊണ്ട് ഇതൊന്നും കൂടുതലായിട്ട് ആക്കുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് എനിക്ക് വന്നുപോയി. ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് അറിയെങ്കിൽ കുറച്ചധികം വാങ്ങാൻ പറയട്ടേനു. അതിൻ്റെ പൈസയൊന്നും എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നല്ല ഇങ്ങനെ അത് കുഴക്കുമ്പം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രഷ് ആയിട്ടുള്ള പുട്ടുപൊടി, നമ്മൾ വറുത്ത പുട്ടുപൊടിക്കും നല്ല മണമായിരിക്കും. ഇതിനെ കുഴക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് പുട്ട്. ഉണ്ടാക്കാനും കഴിക്കാനും. ഉണ്ടാക്കാൻ എളുപ്പവും കഴിക്കാനും നല്ലതാണ്. ഒരു ലേറ്റായിട്ടുള്ള ഫീലല്ലേ. നമ്മളൊരു ഓയിലി ഫുഡൊന്നും അല്ലാതുകൊണ്ട് നല്ല ലേറ്റ് ഫീലാണ്. പിന്നെ കറി ഉണ്ടാക്കണം നിർബന്ധമില്ല, ഒരു പഴം ഉണ്ടെങ്കിൽ അങ്ങ് ആയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് പുട്ട്. അങ്ങനെ പുട്ടൊക്കെ ഇങ്ങനെ കഴിച്ച് അതിന് ശേഷം ഞാൻ ഫിഷിനെ ക്ലീൻ ചെയ്യാൻ പോയിട്ടാണ്. അങ്ങനെ ഫിഷ് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ കൈ മൊത്തം മണക്കുന്നതുകൊണ്ട് ലാസ്റ്റാണ് ഫിഷ് കട്ടിങ്ങിന് ഇരുന്നത്. പൊതുവേ ഞാൻ ചെമ്മീൻ തൊലിക്കലില്ല. അനിയത്തി ഉണ്ടായപ്പോൾ അനിയത്തീൻ്റെ മേഖലയാണ് അത്. ഇപ്പോൾ ഗൾഫിൽ പോയതുകൊണ്ട് ആ മേഖല എനിക്ക് കിട്ടി. എല്ലാ മേഖലയും എനിക്ക് കിട്ടിയെന്ന് വേണം പറയാൻ. കുറച്ച് മേഖലകൾ ഞാൻ അവൾക്കായിട്ട് തീരെ എഴുതി കൊടുത്തെന്ന് പറയില്ല, അതുപോലെയാണ് ചെമ്മീൻ. ഒരിക്കലും ചെമ്മീൻ ഞാൻ തൊലിക്കൂല. അവൾ പണ്ട് മുതലേ തൊലിച്ച് ശീലമായതുകൊണ്ട് ഞാൻ നീ തൊലിച്ചാലേ ആവും, എനിക്ക് അതിനെ തൊടാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി എല്ലാ പണിയും ഞാൻ എടുത്തോളം നീ ചെമ്മീൻ തൊലിച്ചാൽ മതി. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാകുമ്പോൾ പറയല്ലേ. ഓളിപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങനെ തന്നെ കിട്ടണോടിയെന്ന് പറയും. അപ്പോൾ ഇപ്പോൾ എല്ലാ മേഖലയും ഞാനാണ് അടക്കി ഭരിക്കുന്നത്. അപ്പോൾ ചെമ്മീൻ തൊലിക്കൽ എൻ്റെ ഒരു ഡ്യൂട്ടീൻ്റെ ഭാഗം തന്നെ ആയി. അതിപ്പോൾ സിസ്റ്റേഴ്സായിട്ട് ഒന്നിച്ച് നിന്നിട്ട് പെട്ടെന്ന് സിസ്റ്റേഴ്സ് ഗൾഫിൽ പോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെമ്മീനൊക്കെ തൊലിക്കുമ്പോൾ കുറേ അധികം ടൈം എടുക്കും. അത് കുഞ്ഞു ചെമ്മീനാണ്. ഞാനിത് 1 കിലോ വാങ്ങിയിട്ട് വീണ്ടും തിരിച്ച് റിട്ടേൺ കൊടുത്തിട്ട് 1/2 കിലോ ആക്കി തന്നിട്ടാണ്. വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ വരൂലേ, മുറ്റത്തൂടെ വന്നപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. അപ്പം 1 കിലോ പാത്രത്തിലിട്ടപ്പോൾ കുറേ ഉണ്ട്. എനിക്ക് 1/2 കിലോൻ്റെ 1 കിലോൻ്റെ കണക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ കുഞ്ഞു ചെമ്മീൻ ഇത് തൊലിച്ചെടുക്കാൻ ഭയങ്കര പണിയാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു 1 കിലോ വേണ്ടത് 1/2 കിലോ റിട്ടേൺ എടുത്തിട്ട് 1/2 കിലോ മതി എന്ന് പറഞ്ഞിട്ട് അന്നേരം അങ്ങനെ 1/2 കിലോ ആക്കി വാങ്ങിച്ചത്. പിന്നെ ഇങ്ങനെയുള്ള ഡ്യൂട്ടീസൊക്കെ ഞാൻ പാട്ടൊക്കെ കേട്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടാണ് ചെയ്യട്ടോ. എന്തായാലും ഇതിനൊരു ടൈം എടുക്കും. പിന്നെ വെറുതെ ഇങ്ങനെ കാട് കയറി ചിന്തിക്കാൻ പാട്ടും കൂടി കേട്ട് ഇങ്ങനെ കാട് കയറി ചിന്തിക്കാമല്ലോ വിചാരിച്ചിട്ട് പാട്ടും കൂടി വെച്ചിട്ടാണ് പണിയൊക്കെ തീർക്കുന്നത്. പിന്നെ എൻ്റെ മൂഡ് പോലെ ഇരിക്കും സോങ് സെലക്ഷനൊക്കെ. നല്ലൊരു മൂഡിലൊക്കെ ആണെങ്കിൽ ഞാൻ കൂടുതലും റൊമാൻറ്റിക് സോങ്സാണ് പ്രിഫർ ചെയ്യുക. അഥവാ കുറച്ച് സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സാഡ് സോങ്സ് ആയിരിക്കും. കൂടുതലും ഞാൻ സാഡ് സോങ്സാണ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുക. നല്ല റൊമാൻറ്റിക് സോങ്സ് കേൾക്കുന്ന ഇപ്പം കുറേ ദിവസമായിട്ട് സാഡ് സോങ്സ് ആണ് എന്തായാലും കേൾക്കുന്നത്, അത്ര തന്നെ. അപ്പോൾ അങ്ങനൊരു മൂടിയായിട്ടുള്ള സോങ്സൊക്കെ ഓണാക്കി അവിടെ ഇട്ടിട്ട് ഞാൻ അവിടെ ഇരുന്ന് കട്ട് ചെയ്ത് പിന്നെ സോങ്സ് ഏതെല്ലോ രീതിക്ക് സഞ്ചരിച്ചിട്ടാ. പ്ലേലിസ്റ്റൊക്കെ കഴിഞ്ഞ് വേറെ ഏതൊക്കെ സോങ്ങിലേക്ക് പോയി. പിന്നെ ഞാനതൊന്നും മൈൻഡ് ആക്കാൻ തന്നിട്ടില്ല. ചെമ്മീൻ തൊട്ടും പോയില്ല. പിന്നെ ഇനി ഫോണിൻ്റെ അടുത്തേക്ക് കൈയൊക്കെ കഴുകിയിട്ട് പോക്ക് പണിയാണ്ട് സ്പോട്ടിഫൈ ഇട്ടിരുന്ന എല്ലാ സോങ്സും ഞാൻ അങ്ങോട്ട് കേട്ടുകൊണ്ട് അങ്ങനെ ചെമ്മീൻ കട്ടിങ് തീർത്ത്. പിന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതാണ്. ഇതുപോലെയാണ് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യൽ. എല്ലാവർക്കും അറിയായിരിക്കും അതിൻ്റെ റെസിപ്പിയൊക്കെ. പിന്നെ കുറച്ച് സവാള കുറഞ്ഞു പോയി, കാരണം ഓൾറെഡി കട്ട് ചെയ്ത് കുറച്ച് സവാള ഉണ്ടായി.
അത് വെച്ചിട്ട് ഞാൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു സവാളയും കൂടി ആഡ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അത്രയും ചെമ്മീൻ ഉണ്ടായിന്. പക്ഷേ സവാള കുറഞ്ഞു. എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ എന്താ പറയുക, ഗ്രേവി വിത്ത് ഫ്രൈ അങ്ങനെയാണ് ചെമ്മീൻ ഇഷ്ടം. അതുകൊണ്ട് കുറച്ചധികം തന്നെ തേങ്ങ ഇട്ടിട്ട് ഞാനത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായി. നമ്മൾ ചെമ്മീൻ ഫ്രൈ ആക്കുമ്പോൾ തേങ്ങ ഇടും കേട്ടോ. പുറത്ത് നല്ല നട്ടുച്ച വെയിലാണ്, അകത്ത് നല്ല ചൂടാണ്. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വിയർത്തൊലിച്ചൊലിച്ചെൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ പറ്റി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊന്ന് കുളിച്ചാൽ മതി എന്നുള്ളൊരു അവസ്ഥയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചെമ്മീൻ ഇവിടെ റെഡി. പിന്നെ തലേന്നത്തെ സാമ്പാറുള്ളതുകൊണ്ട് കറിയാക്കേണ്ട പണിയില്ല. പിന്നെ ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പം അടുക്കളയെല്ലാം കഴിഞ്ഞിങ്ങനെ സ്വസ്ഥമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കയറുമ്പോൾ ഉള്ളൊരു ഫീലില്ല, അത് വേറെ തന്നെ ഒരു ഫീലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഡ്രസ്സ് കുറച്ച് ആറിയിടാനുണ്ടായിന്. അപ്പം അടുത്ത നെക്സ്റ്റ് ഡ്യൂട്ടിയിലേക്ക് കടന്ന്. പിന്നെ വർക്കിന് മുമ്പ് ഇങ്ങനെയൊന്നും നോക്കലില്ല കേട്ടോ. ഇത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഞാൻ വീട് മെയിൻറ്റെയിൻ ചെയ്യലില്ല. രണ്ടും കൂടി എന്തായാലും ഒരാൾക്ക് ആവില്ല. അപ്പോൾ ജഡ്ജ്മെൻറ്റിൽ ആയിട്ടുള്ള ആൾക്കാർ എന്തൊക്കെ പറയും, ഞാനതൊന്നും ഒരു ചെവിയിലൂടെ കേട്ടോ ഒരു ചെവിയിലൂടെ വിടും കേട്ടോ. കാരണം നമ്മളെ ലൈഫ് നമുക്കെല്ലാം അറിയും, നമ്മൾ ജീവിക്കുന്ന ജീവിതം എന്താണെന്നുള്ളത്. അപ്പം അങ്ങനെ. പിന്നെ ഒന്നാമത് ഈ ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞ ആൾക്കാർക്ക് എന്താ പറയുക, കുറേ സൈഡ് എഫക്റ്റ് അതിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പം മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡിപ്രഷന് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കഴിഞ്ഞവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകും. ഇത് നമുക്ക് പറയുമ്പോൾ എളുപ്പമാണ്, അത് അങ്ങനെ ചെയ്താൽ പോരെ ഇങ്ങനെ ചെയ്താൽ പോരെ. പക്ഷെ ഒരു എന്താ പറയുക, ഒന്ന് ബ്രഷ് ചെയ്യാന്നുള്ളത് പോലും ഹെവി ടാസ്ക്കായിട്ട് ഫീൽ ചെയ്യും മെൻ്റലി. അത് ടോർച്ചറിങ് ആണ്. നിങ്ങൾ അവർ അങ്ങനെ അത്രയല്ലേ ഉള്ളൂ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്താ പറയുക, അതിനെ കൂടുതൽ ഇതാകുന്ന രീതിയിൽ ഹേർട്ട് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് ഓൾറെഡി ഹേർട്ടായിട്ടും നമ്മൾ സ്വയം നമുക്ക് ചെയ്യാൻ പറ്റാതിൻ്റെ സങ്കടവും കുറ്റബോധവും എല്ലാം ഉള്ളിൽ കിടന്നിട്ടായിരിക്കും ഒരു ഡിപ്രഷനൊക്കെ തരണം ചെയ്യുന്ന ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. അപ്പോൾ അവർക്ക് തന്നെ അറിയാം അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ചില സമയങ്ങളിൽ അവർ പോലും അറിയുന്നില്ല അവർ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത്. ചില ഡിപ്രഷൻ ടൈമിൽ നമുക്കറിയാം. എനിക്കൊന്ന് റിയലൈസ് ചെയ്യുന്നത്, ഞാൻ ആദ്യം ഡിപ്രഷൻ എന്താണെന്ന് റിയലൈസ് ചെയ്യാത്ത സ്റ്റേജും ഉണ്ട്, എനിക്ക് ഡിപ്രഷൻ എന്താണെന്ന് റിയലൈസ് ചെയ്തിട്ട് വരുന്ന ഡിപ്രഷൻ സ്റ്റേജസും ഉണ്ട്. റിയലൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം നമ്മൾ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, വി ആർ ഹെൽപ്ലെസ് ആയിരിക്കും. നമുക്കെല്ലാം ചെയ്യണം എന്നുണ്ടാവും, പക്ഷെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പൊട്ടും. എന്താ പറയുക, അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചത്, ഞാൻ അവിടെ പോകണമെന്ന് വിചാരിച്ചത്, അല്ലെങ്കിൽ ഇന്ന് ഡ്രസ്സ് മടക്കി വെക്കണം അലക്കി വെക്കണം എന്ന് വിചാരിച്ചത്. അങ്ങനെ കുറേ ഡ്യൂട്ടീസ് നമ്മളെ മൈൻഡിലുണ്ടാവും, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് ഉള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാവും ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ തോന്നില്ല, ചെയ്യാൻ കഴിയുന്നില്ല, കട്ടുമ്പോൾ നിന്ന് എണീക്കാനും തോന്നില്ല. കട്ടിലിൽ നിന്ന് എണീക്കുക എന്നുള്ളത് പോലും വലിയ ടാസ്ക് ആയിരിക്കും. ആ സമയത്തായിരിക്കും ചിലരിങ്ങനെ വന്നിട്ട് ഉപദേശിക്കുക ആക്കുക, അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ ജഡ്ജ്മെൻറ്റിലും കൂടി ആണെങ്കിൽ അതും കൂടി ആകുമ്പം വല്ലാണ്ടൊരു ഹേർട്ടാവും. അപ്പം നമ്മൾ ബാക്കിയുള്ളവരുടെ ലൈഫ് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇപ്പം ഞാൻ അൽഹംദുലില്ലാ നല്ല രീതിക്ക് എൻ്റെ വീടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ജോബുള്ള സമയത്ത് ഞാൻ രണ്ടും കൂടി 50-50 ആയിട്ടാണ് കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ ഇവിടെ ആരും ഉണ്ടാവുകയും ചെയ്യില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ലൈഫ് എന്ന് പറയുന്നത് അതാർക്കും പോസിബിൾ ഒന്നുമല്ല. പിന്നെ ഒന്നും പണിയില്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കുന്ന അത്രയും ഹാപ്പി ലൈഫുള്ള ആൾക്കാരുണ്ടാവും, അവർക്കെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റുന്നുണ്ടാവും. അപ്പോൾ അവർ ബാക്കിയുള്ള ആളെ നോക്കി ജഡ്ജ്മെൻ്റ് ആവില്ലാണ്ട് അവരെ ലൈഫിൽ അത്രയും മോശമായിട്ട് അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്കുള്ള സങ്കടങ്ങളാണ്. അപ്പോൾ അതെന്താക്കുക, നിങ്ങൾക്ക് അങ്ങനെ സങ്കടങ്ങളില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അൽഹംദുലില്ലാ പറയുക വേണ്ടത്, അല്ലാണ്ട് ബാക്കിയുള്ള നോക്കിയിട്ട് ജഡ്ജ്മെൻറ്റിലാവല്ല വേണ്ടത്. ഞാൻ ഡിവോഴ്സിൽ കടന്നു പോയതാണ്. അതേ സമയത്ത് എനിക്കറിയുന്ന വേറൊരു ഫാമിലിയും ഉണ്ട് ഡിവോഴ്സിലൂടെ കടന്നു പോയത്. അപ്പോൾ അവരും പറഞ്ഞിട്ടുണ്ടായ സെയിം സിറ്റുവേഷൻ. രാത്രിക്കത്തെ ഫുഡ്, ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടാവില്ല, ചോറൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കില്ല, അതൊക്കെ മറന്നു പോകും. അത് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്കത് കേട്ടപ്പോൾ റിലേറ്റ് ചെയ്യാനും പറ്റി, കുറേ ആശ്വാസം തോന്നിപ്പോയി. കാരണം ഇതൊന്നും ചെയ്യാൻ പറ്റാതെ എന്തിട്ടാന്ന്, നമ്മൾ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയും ട്രോമാറ്റിക്കാണ്, അത് ഫാമിലി മൊത്തം എഫക്റ്റ് ചെയ്യുന്നതാണെന്നും കിച്ചണൊക്കെ അങ്ങനെ മോശമായി കിടക്കുന്നതും നമ്മൾ ചോറൊക്കെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക എന്നുള്ളത്, അത്രയും അരി പിറ്റേന്ന് എടുത്ത് കളയുമ്പോൾ ഇല്ലേ ഭയങ്കര സങ്കടം കുറ്റബോധം അത് ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ എന്താ പറയുക, നമുക്കൊട്ടും അതിന് പോസിബിൾ ആയിരിക്കില്ല ഇത് കറക്റ്റ് ടൈം ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. കറി പുളിച്ചിട്ട് പുറത്ത് വെച്ചിട്ട് പുറത്തായി കുറേ കറിയും ഫുഡൊക്കെ വേസ്റ്റ് ആവുന്ന ഒരു സിറ്റുവേഷനൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വേറൊരവർ വന്ന് നമ്മൾ പറയാണ്ട് തന്നെ ഇങ്ങോട്ട് അവരെ സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ ഇടയ്ക്ക് കഞ്ഞിയും ചോറെല്ലാം ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ വരെ മറന്നു പോകും, എന്തോ ഒരു അവസ്ഥയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതാണ്, അപ്പോൾ ട്രോമ കാര്യങ്ങളൊക്കെ എന്താ പറയുക,
നമുക്കറിയില്ല ഒരു ഫാമിലീൻ്റെ അകത്ത് എന്തൊക്കെ ട്രോമാസ് ഉണ്ട് എന്നുള്ളത്. അപ്പം അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ജഡ്ജ്മെൻറ്റിലാവാണ്ടിരിക്കുക എന്നുള്ളത്. പിന്നെ ഈവനിങ് പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലെ പണിയും എൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബുക്ക് വായിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഫിലിം കാണും. അതാണ് എൻ്റെ ഒരു ഇത്. ബുക്സ് ഞാനിപ്പോൾ എടുത്ത് തുടങ്ങിയതാണ്. കോളേജിൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എടുത്ത് തുടങ്ങിയത്. ബുക്സ് ഇപ്പോൾ തുടങ്ങാന്ന് വെച്ചാൽ കാരണം എനിക്ക് ബുക്സ് വായിക്കാൻ ഇഷ്ടം, ഫ്രീ ആയിട്ട് കിട്ടുന്ന ബുക്സ്. അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ബുക്സ് ഒന്നും കിട്ടലില്ല. ഇപ്പം അനിയത്തി ഗൾഫിലായതുകൊണ്ട് ഓളെ കുറേ കളക്ഷൻ ഉണ്ടായി. ഇതൊന്നൊരു 3 ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് 3 വായിച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്ത കളക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കറൻ്റ് വായിച്ചുകൊണ്ടിരിക്കുന്ന 3 ബുക്സാണ് നേരത്തെ നിങ്ങൾ വീഡിയോ ക്ലിപ്പിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ബുക്സൊക്കെ വായിച്ച് അങ്ങനെ ഇരുന്ന് പിന്നെ കുറച്ച് റീൽസും കണ്ട് അങ്ങനെ എൻ്റെ മീ ടൈമൊക്കെ കഴിഞ്ഞപ്പം ഈവനിങ് ആയിട്ടുണ്ട്, 6 മണി ആയിട്ടുണ്ട്. അപ്പം വൈകുന്നേരം ആയിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ, അതിന് വേണ്ടി ഞാൻ ഒന്ന് പുറത്തിറങ്ങിയത്. പൊതുവേ ഈ സമയത്ത് അങ്ങനെ പുറത്തിറങ്ങലൊന്നും നിർബന്ധമൊന്നുമില്ല. പിന്നെ സൺസെറ്റിൻ്റെ ആ ഒരു വൈബില്ല, ഒരു മയക്കാറ് പിടിച്ചൊരു വൈബാണുള്ളത്. അല്ലെങ്കിൽ ഒരു നല്ല പിങ്കിഷ് ഓറഞ്ചിഷ് സ്കൈ ഉണ്ടാവലുണ്ട്. ഇന്ന് അതൊന്നും ഇല്ല, ഒരു മയക്കാറിൻ്റെ ഒരു ഇത് തന്നെയാണ്. പക്ഷെ മഴ പെയ്തിട്ടും ഇല്ല, അങ്ങനെയുള്ളത്. പിന്നെ ഈ ഒരു സൺസെറ്റ് വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഡിസ്റ്റായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ഒരു ഡിപ്രഷൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് മഗ്‌രിബിൻ്റെ സമയത്താണ് ഇങ്ങനെ നമ്മളെ വന്ന് മുട്ടുക. നമ്മൾ ഉള്ളിൽ നമ്മൾ സങ്കടങ്ങളിൽ ഒതുക്കി വെച്ച് ജീവിച്ചാലും മഗ്‌രിബിൻ്റെ സമയത്ത് അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരും. അതാണ് മഗ്‌രിബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മഗ്‌രിബ് നിസ്കാരം എന്ന് പറയുന്നത് തന്നെ ഡിപ്രഷൻ ഓവർകം ചെയ്യാനാണെന്നുള്ളത് ഞാൻ ഒരു ഇതിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും ഉള്ളതാണ്. മഗ്‌രിബിൻ്റെ സമയത്താണ് നമുക്ക് വേണ്ടാതെ നമ്മൾ അടക്കി വെച്ച് ഒളിപ്പിച്ച് വെച്ച വേദനകളും സങ്കടങ്ങളും പുറത്തേക്ക് വരാം. പിന്നെ ഇങ്ങനെ ആകാശത്തൊക്കെ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മിസ്സിങ് ഫീലാണ്. പക്ഷെ എന്താ മിസ് ചെയ്യുന്നത് എനിക്കിപ്പോൾ അറിയില്ല. പക്ഷെ എന്തോ ഞാൻ മിസ് ചെയ്യും മഗ്‌രിബിന്, സൺസെറ്റിൻ്റെ സമയത്ത്. അങ്ങനെയൊക്കെ കുറേ വട്ടുകളുണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ രാത്രിക്കത്തെ ഫുഡാക്കും കഴിക്കും. കൂടുതലും ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ഡിന്നേഴ്സാണ് എൻ്റെ സപ്പർ എന്ന് പറയാം. സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ് രാത്രി ഉണ്ടാക്കുക. ഏറ്റവും എനിക്കിഷ്ടം ഇതുപോലത്തെ ബർഗേഴ്സ്, സാൻഡ്വിച്ച് കാര്യങ്ങൾ തന്നെയാണ് രാത്രി കഴിക്കാൻ. അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും കൂടി ഉണ്ടായാൽ അടിപൊളിയായി. പിന്നെ ഈ ചപ്പാത്തി, ഭട്ടൂരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പുതിയാപ്പിളമാരുണ്ടാകുമ്പോഴത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കഴിക്കൽ. പിന്നെ ഈ മുട്ട പുഴുങ്ങി പൊരിച്ചതും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബർഗർ, നഗറ്റ്സ് വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സോ ജ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടി ആക്കിയിട്ടാണ് നമ്മൾ രാത്രിക്കത്തെ ഫുഡ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് തട്ടിക്കൂട്ടാന്ന്. അല്ലെങ്കിൽ മോർണിംഗത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബാക്കിയുണ്ടെങ്കിൽ അത് തന്നെ കഴിക്കും, അല്ലെങ്കിൽ ഇതുപോലത്തെ തട്ടിക്കൂട്ടുണ്ടാക്കും അങ്ങനെ. പിന്നെ സൺഡേസിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒരു 2 വീക്സൊക്കെ കൂടുമ്പോൾ ഒന്ന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങും. അങ്ങനെയൊക്കെയാണ് രാത്രിക്കത്തെ ഒരു റുട്ടീൻ കേട്ടോ. റുട്ടീനൊക്കെ മാറിക്കൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ കാലത്ത് രാത്രിക്കത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ലേറ്റാവും. അങ്ങനെ 9 മണിക്ക് രാത്രി ഫുഡ് ഉണ്ടാക്കി 10 മണിക്ക് കഴിക്കുന്ന കാലമുണ്ട്. അങ്ങനെ ഒരു റുട്ടീന് പട്ടാളച്ചിട്ടൊന്നുമില്ല. ആ ഒരു ലൈഫിൻ്റെ ഒരു ഫ്ലോ ഒക്കെ അങ്ങനെ പോയിക്കോ. അതുപോലെ ഒരു സ്കിൻ കെയർ റുട്ടീനൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. തോന്നും പോലെ ചെയ്യും. അധികം കുളിച്ച് കഴിഞ്ഞാൽ മോയ്സ്ചറൈസേഷൻ ആണ് ഉള്ളത്. വേറെ സിറം കാര്യങ്ങൾ അതിനോടൊന്നും പണ്ടൊക്കെ ഉണ്ടായിന്, ഇപ്പോൾ ഒന്നും ചെയ്യലില്ല. ഇപ്പോൾ ഒരു ഫേസ് വാഷ് ഉണ്ട്, ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, ലിപ് ബാം ഉണ്ട്, ഇത്ര തന്നെ. അതും രാത്രിയൊന്നും റുട്ടീനായിട്ടൊന്നും ചെയ്യലില്ല, തോന്നും പോലെ ഒരു മൂഡ് പോലൊക്കെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. കൂടുതൽ ഇതുപോലെയുള്ള ഡെയിലി വീഡിയോസ് താല്പര്യമുണ്ട് എന്തായാലും ചെയ്യും. നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക.